എഫെസോസ് ലേഖനം 6-ാമത്തെ അധ്യായം 10-ാമത്തെ വചനം. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. ഹല്ലേലൂയ. നമ്മൾ ശരീരത്തിന് കരുത്ത് കിട്ടാൻ വേണ്ടി വ്യായാമം ചെയ്യുന്നുണ്ട്. കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകണം. എന്താണ് വാക്കിൻ്റെ അർത്ഥം? അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകണം. അതുകൊണ്ടാണ്, ബോധ്യമുള്ളതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, കർത്താവേ അവിടുന്നാണ് എൻ്റെ അഭയശില, എൻ്റെ രക്ഷാസങ്കേതം. സങ്കീർത്തനം 63 1-ാമത്തെ വചനം ദാവീദ് പറയുകയാണ്, ദൈവമേ അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാനങ്ങേ തേടുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയാം, ദൈവമേ അവിടുന്നാണ് എൻ്റെ ദൈവം. ദൈവത്തെ എത്രമാത്രം ആഴത്തിൽ അവൻ അറിഞ്ഞുകൊണ്ട് പറയുക, യു ആർ മൈ ഗോഡ്, അങ്ങാണ് എൻ്റെ ദൈവം. ആ ഒരു അറിവാണ്, തിരിച്ചറിവാണ് നമുക്ക് പ്രാഭവം തരുന്നത്, ദൈവത്തിൻ്റെ ശക്തി നമുക്ക് തരുന്നത്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ദൈവത്തെക്കുറിച്ച് അറിവില്ല എങ്കിൽ നമുക്ക് എന്ത് ശക്തി കിട്ടും? ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് അറിവുണ്ടാകണം. വീണ്ടും ഒരു വചനമുണ്ട്, അതേ സങ്കീർത്തനം 62 1-ാമത്തെ വചനം, ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്. നമ്മുടെ ആശ്വാസം നമ്മൾ കണ്ടെത്തുന്നത് ദൈവത്തിൽ മാത്രമാണോ? പലപ്പോഴും ലോകത്തിലേക്കാണ് നമ്മൾ പോവുക. ദാവീദ് പറയുകയാണ്, ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്, അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും, ഞാൻ കുലുങ്ങി വീഴുകയില്ല. ഹല്ലേലൂയ. എന്തൊരു ഉറപ്പാണ് നോക്കുക എൻ്റെ വിശ്വാസം. പ്രിയമുള്ളവരെ, ആ ഒരു അറിവ്, എൻ്റെ ദൈവം ശക്തനാണ്, ആ ദൈവത്തെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. നാം ഇന്ന് വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവ്, നമുക്കറിയാം യേശു മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തവനാണ്. എന്താണ് വാക്കിൻ്റെ അർത്ഥം? പൗലോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 1 കൊരിന്തോസ് 15:20, എന്നാൽ നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടു. നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യ ഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടു. ഹല്ലേലൂയ. മറ്റൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, സൃഷ്ടപ്രപഞ്ചത്തിന്റെ ആരംഭം മുതൽ ഇങ്ങോട്ട് യേശു ക്രിസ്തുവാണ് ആദ്യം. ഈ ഭൂമിയിൽ നിന്നും മരിച്ചുപോയ മനുഷ്യ ആത്മാക്കളിൽ നിന്നും ആദ്യമായിട്ട് ഉയർത്തെഴുന്നേറ്റ് വന്നവൻ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. അതായത് യേശുവിൻ്റെ ഉയർപ്പിന് മുമ്പ് വരെയും മറ്റാരും ഉയർപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. കാരണം മരിച്ചവരെല്ലാം നഷ്ടപ്പെട്ടു പോയിരുന്നു. പ്രിയമുള്ളവരെ, പാപത്തിൻ്റെ ആധിപത്യം കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ആദത്തിൻ്റെ അവരുടെ പാപത്തിൻ്റെ പരിണതഫലമായിട്ട് പിശാചിൻ്റെ അടിമത്തിലേക്ക് കടന്നുപോയി സകല മനുഷ്യാത്മാക്കളും. സകല മനുഷ്യരും സാത്താൻ്റെ അടിമത്തിലായിരുന്നു. ഈ ഭൂമിയിൽ നിന്ന് മരണം മൂലം വേറെ പിരിഞ്ഞ് പോകുന്നവരെ എല്ലാം ചെന്നുപെട്ടത് സാത്താൻ്റെ രാജ്യത്താണ്, അവൻ്റെ കരങ്ങളിലാണ്. ഇതായിരുന്നു സംഭവിച്ചുകൊണ്ട് യേശുവിൻ്റെ കുരിശുമരണം വരെ സംഭവിച്ചതായിരുന്നു. ദൈവത്തിന് നഷ്ടപ്പെട്ടത് ദൈവത്തിൻ്റെ കോടിക്കണക്കും മനുഷ്യരെയാണ്. ആദം അവ ഉൾപ്പെടെയുള്ള അനേകര് ദൈവത്തിന് നഷ്ടപ്പെട്ടവരാണ്. എന്നാൽ എത്രയോ നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴാണ് കർത്താവ് കുരിശിൽ മരിക്കുന്നത്. കുരിശിൽ മരിച്ചതിലൂടെ ഒരു വചനം കൂടി എനിക്ക് പറഞ്ഞിട്ടുണ്ട്, ലേഖനമുണ്ട് 15, അത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഹല്ലേലൂയ കുരിശിൽ മരിച്ചത്. മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ യേശു തൻ്റെ മരണത്താൽ നശിപ്പിച്ചു. അത് വചനം പറയുകയാണ്, പിശാചിനായിരുന്നു മരണത്തിന്മേൽ അധികാരം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ മരിച്ചു പോകുന്ന ഓരോ ആത്മാക്കളുടെ മേൽ അധികാരം പിശാചിനായിരുന്നു. ആർക്കും രക്ഷയുണ്ടായിരുന്നില്ല. വിശുദ്ധരായ ആത്മാക്കൾ മാത്രം, പ്രവാചകന്മാർ, വിശുദ്ധർ, വളരെ കുറച്ച് പേര് മാത്രം ദൈവം അവർക്ക് വേണ്ടി അബ്രഹാത്തിൻ്റെ മടിയെന്ന സംവിധാനം കൊടുത്തു. ബാക്കിയുണ്ടായിരുന്ന 99.99% ആത്മാക്കളും ചെന്നപ്പെട്ടത് ദുഷ്ടൻ്റെ കയ്യിലാണ്. അവൻ്റെ രാജ്യത്താണ് ചെന്നപ്പെട്ടത്, രക്ഷയുണ്ടായിരുന്നില്ല. എന്നാൽ ക്രിസ്തു കുരിശിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ ആത്മാവിൽ യേശു ഇതാ മരണത്തിൻ്റെ അഗാധങ്ങളിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട്, അടിമത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അടിമകളെ സ്വതന്ത്രരാക്കി, പിശാചിൻ്റെ കരങ്ങളിൽ നിന്ന് ആത്മാക്കളെ സ്വതന്ത്രമാക്കി മരിച്ചവരെന്നും ആദ്യ ഫലമായി യേശു ഉയർത്തെഴുന്നേറ്റ് വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ യേശു മരണത്തിന് അധികാരിയായ സാത്താനെ നശിപ്പിച്ചു. മരണത്തെ നശിപ്പിച്ചു, സാത്താനെ നശിപ്പിച്ചു, നരകത്തെ തകർത്തു, ലോകത്തെ ജയിച്ചു, എല്ലാത്തിനെയും ജയിച്ചവനായി യേശു മരിച്ചവരിൽ നിന്നും ആദ്യ ഫലമായി യേശു ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ.
ആ യേശുവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, അവൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാവരും കീഴടങ്ങും, മുട്ടുകളും അടക്കും. എല്ലാവരും മുട്ടുകളും. അത്രമാത്രം ശക്തിയും അധികാരം യേശു നാമത്തിനുണ്ട്. ആ നാമത്തിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ എൻ്റെ കർത്താവ് പാപത്തെ ജയിച്ചവനാണ്, ലോകത്തെ ജയിച്ചവനാണ്, സാത്താനെ ജയിച്ചവനാണ്. ഞാൻ ആരെ ഭയപ്പെടണം? ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, കർത്താവിലും അവിടുത്തെ ശക്തിയിലും പ്രാഭവത്തിലും എന്തുകൊണ്ടാകാനാണ് പറഞ്ഞത്? കരുത്തുള്ളവരായി തീരണം. നമ്മൾ ഇടയ്ക്ക് ഓർക്കണം, നമ്മൾ ചിന്തിക്കണം, ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് ഒരു സങ്കല്പമല്ല, ഒരു സത്യമാണത്. അവിടുന്ന് എല്ലാ അധികാരങ്ങളെയും തകർത്ത് ജയിച്ച കർത്താവ്. ആ കർത്താവിന് തോൽവിയില്ല ഒരിക്കലും. ഹല്ലേലൂയ. ഒരിക്കലും അവിടുത്തെ പരാജയമില്ല. അവിടുന്ന് ഒരിക്കലും ഭയപ്പെടുന്നില്ല. അവിടുന്ന് ശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ദാവീദ് പറഞ്ഞ, കർത്താവേ, അങ്ങാണ് എൻ്റെ പാറ, അങ്ങാണ് എൻ്റെ കോട്ട, അങ്ങാണ് എൻ്റെ ശക്തി, എൻ്റെ ബലം. ആ ദൈവത്തിൽ മുറുകെ പിടിക്കുക, നമുക്ക് ഭയമുണ്ടാകത്തില്ല, നമ്മൾ തോറ്റുപോകത്തില്ല. ആ ഒരു തിരിച്ചറിവും ബോധ്യവുമാണ് പിന്നീട് നമ്മൾ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഉണർത്തുന്നത്. ആത്മാവ് ഉണർന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. നമ്മളെപ്പോഴും പ്രവർത്തിക്കുന്നതിനായിട്ട് മാറും. യുദ്ധം ചെയ്യുവാൻ, നമുക്കെതിരെ കടന്നവർ ഏത് തിന്മയും പരാജയപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും, നമ്മളെ പരിശീലിപ്പിക്കും, നമ്മളെ ശക്തരാക്കി മാറ്റും. ഹല്ലേലൂയ. ഈ തലമുറയിൽ നമുക്ക് ഏറ്റവും ആവശ്യമാണ് ശക്തിയും ധൈര്യവും. പരിശുദ്ധാത്മാവിലേക്ക് വന്നു കഴിയുന്നവൻ പുതിയ സൃഷ്ടിയാണ്. കർത്താവേ, ഇതാ ഞാൻ, എന്നെ എവിടുന്ന് നവീകരിക്കണം, എന്നെ എവിടുന്ന് ശുദ്ധീകരിക്കണമേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ, എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവ് അവിടുന്ന് മരണത്തെ ജയിച്ചവനാ, നരകത്തെ ജയിച്ചവനാ, സാത്താനെ ജയിച്ചവനാ, ലോകത്തെ ജയിച്ചവനാ എൻ്റെ കർത്താവ്. ആ കർത്താവ് എല്ലാ ശക്തികളെയും ആധിപത്യങ്ങളെയും തൻ്റെ കാൽക്കീഴിലാക്കി വിജയം വരിച്ച കർത്താവിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വിജയമുണ്ട്, എനിക്ക് പരാജയമില്ല, എനിക്ക് തോൽവിയില്ല. എന്നെ തോൽപ്പിക്കാൻ ലോകത്തിലൊരു ശക്തിക്കും സാധ്യമല്ല. ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നിടത്തോളം. സങ്കീർത്തനൻ ദാവീദ് പറഞ്ഞതുപോലെ, എപ്പോഴും എനിക്കും പറയുവാൻ സാധിക്കട്ടെ, അങ്ങയിലാണ് എൻ്റെ ആശ്വാസം. കർത്താവേ, അങ്ങയിലാണ് എൻ്റെ ആശ്വാസം. കർത്താവേ, അങ്ങാണ് എൻ്റെ ശക്തി, അങ്ങാണ് എൻ്റെ ബലം എന്ന് പറയുവാൻ ദൈവമേ എൻ്റെ ഹൃദയം തുറക്കപ്പെടട്ടെ, എൻ്റെ ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടട്ടെ. കർത്താവിൻ്റെ ശക്തിയുടെ പ്രാപവും എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം അങ്ങയുടെ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടട്ടെ, ഇതിൽ പ്രവർത്തിക്കട്ടെ. കർത്താവേ, ഞാൻ സ്വീകരിച്ചിരിക്കുന്ന, ഇതിൽ വസിക്കുന്ന എൻ്റെ ആത്മാവേ, എൻ്റെ പരിശുദ്ധാത്മാവേ, അങ്ങ് ഉണർന്ന് പ്രവർത്തിക്കണമേ. ദൈവത്തിൻ്റെ ശക്തി ഇതിൽ പ്രകടമാകട്ടെ. അത് പ്രകടമാകാത്തതാണ് എൻ്റെ പരാജയത്തിൻ്റെ കാരണം. ദൈവമേ, എന്നെ ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ കർത്താവേ, എൻ്റെ ആത്മാവിനെ ഉണർത്തണമേ. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, സ്വർഗത്തിൽ നിന്നും അവിടുത്തെ ശക്തി വീണ്ടും എൻ്റെ അയച്ചുകൊണ്ട്, ഇരുട്ട് ശക്തി എൻ്റെ ആത്മാവിലേക്ക് പകർന്നുകൊണ്ട് എൻ്റെ ആത്മാവിനെ ജ്വലിപ്പിക്കണമേ, എൻ്റെ ആത്മാവിനെ ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, എന്നെ ജ്വലിപ്പിക്കണമേ. നമ്മുടെ കയ്യിൽ ഉയർത്തി പിടിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ശക്തിയുടെ ആത്മാവ് ഇറങ്ങി വരികയാണ്. യെസ്, റിസീവ് ദ പവർ, റിസീവ് ദ പവർ. ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരട്ടെ. സകല പാമ്പുകളെയും തേളുകളെയും കൈകളിൽ ചവിട്ടി മെതിക്കുവാൻ തക്കവണ്ണം ദൈവശക്തി കൊണ്ട് നീ സ്വതന്ത്രനാകട്ടെ, നീ ജീവൻ പ്രാപിക്കട്ടെ, നിനക്ക് ശക്തി ലഭിക്കട്ടെ. ഉണരട്ടെ, ആത്മാവ് ഉണരട്ടെ. എല്ലാ കണ്ണും അടയ്ക്കുക, കൈകളെ തുറന്നു പിടിക്കുക. ഇരുചങ്ങലകളാലും കെട്ടപ്പെട്ടവനായി പത്രോസ് അപ്പോസ്തലൻ തടവറയിലായിരുന്ന നിമിഷം രാത്രിയിൽ അവൻ ഉറങ്ങി. പക്ഷെ അവൻ്റെ ആത്മാവ് ഉറങ്ങിയില്ല. രാത്രി ഒരു ദൂതൻ അവിടെ കടന്നു വരികയാണ്. തൽക്ഷണം ചങ്ങല അഴിഞ്ഞു വീണു. ഇരുമ്പ് കവാടങ്ങളെല്ലാം തുറക്കപ്പെട്ടു. ആ ദൂതന്റെ കൂട്ടത്തിൽ പത്രോസ് അവൻ്റെ പിന്നാലെ നടന്ന് നഗരത്തിന് വെളിയിലെത്തി. ദൈവം എപ്പോഴും പ്രവർത്തിക്കുന്നു, എൻ്റെ മക്കളെ മോചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. നമ്മളാരും ഒരു തടവറയിൽ കിടക്കാൻ ആഗ്രഹിക്കുന്നവനല്ല. അവിടുന്ന് നമ്മളെ കെട്ടിയിട്ടുള്ള ചങ്ങലേക്ക് അടിച്ച് തെറിച്ച് കളയാൻ ദൈവം കാത്തു നിൽക്കുകയാണ്. നമ്മൾ ആഗ്രഹിക്കണം. പത്രോസ് തന്നെ ദൈവത്തിന് കൊടുത്തവനാണ്.
ജീവിതമോ മരണമോ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അവൻ തന്നെ ക്രിസ്തുവിന് കൊടുത്തു. പക്ഷെ ദൈവം നിശ്ചയിച്ചു പത്രോസ് മരിക്കേണ്ട സമയമായില്ല. ദൂതനെ അവിടുന്ന് അയച്ചു. അവിടെ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് എൻ്റെ മേലും വരണം. അവൻ വരുമ്പോൾ ഞാൻ ശക്തനായിട്ട് മാറും, ഞാൻ ധീരനായിട്ട് മാറും. എൻ്റെ ആത്മാവ് ഉണരും, എൻ്റെ ആത്മാവ് ഉണരും, എൻ്റെ ആത്മാവ് ഉണരും. കൈകൾ ഒത്തിപ്പിടിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ, ഇരട്ടി ശക്തിയോടെ നിന്റെ മേൽ വരട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് അഗ്നിയായി നിന്റെ മേൽ വരട്ടെ. നിന്റെ ആത്മാവിനെ ഉറകൂട്ടുവാൻ യേശു പറഞ്ഞു, എല്ലാവരും അഗ്നിയാൽ ഉറകൂട്ടപ്പെടും, അഗ്നിയാൽ ഉറകൂട്ടപ്പെടും. എൻ്റെ ആത്മാവിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് നിന്നെ ഉറകൂട്ടട്ടെ, ഉറകൂട്ടട്ടെ. നിന്റെ ആത്മാവ് ഉണരട്ടെ, ഉണരട്ടെ. നിന്റെ ആത്മാവ് ഉണരട്ടെ. നിന്റെ ആത്മാവ് സ്വതന്ത്രനാകട്ടെ, ശക്തനാകട്ടെ, ധീരനാകട്ടെ. അവൻ പ്രബുദ്ധനായി ക്ഷമിക്കണമായിട്ട് തീരട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ, ഗ്ലോറി, ആമേൻ, ഗ്ലോറി, ആമേൻ, ഗ്ലോറി. നിന്റെ ആത്മാവ് ശക്തി പ്രാപിക്കുമ്പോൾ നിന്റെ ശരീരത്തിന് ശക്തി ലഭിക്കും, നിന്റെ മനസ്സിന് ശക്തി ലഭിക്കും. യെസ്, നിന്റെ ആത്മാവ് ഉണരുമ്പോൾ നിന്റെ ശരീരം ഉണരും, നിന്റെ മനസ്സുണരും, സൗഖ്യമുണ്ടാകും. താൻ ശക്തിയെ പ്രാപിക്കുക, ആഗ്രഹിക്കുക. അവിടുത്തെ പറ, എന്നെ ഇരട്ടി ശക്തി കൊണ്ട് എന്നെ അഭിഷേകം ചെയ്യണമേ. ശക്തി ഇറങ്ങി നിറയട്ടെ, ശക്തരാകട്ടെ, ശക്തരാകട്ടെ, ധീരരാകട്ടെ, ധീരരാകട്ടെ. ധൈര്യമുണ്ടാകട്ടെ, ധൈര്യമുണ്ടാകട്ടെ. എല്ലാ ഭീരുതകളും വിട്ടു മാറട്ടെ. പരിശുദ്ധാത്മാവ് ശക്തിയുടെ ആത്മാവാണ്, ധൈര്യത്തിന്റെ ആത്മാവാണ്. നീ സ്വതന്ത്രനാകട്ടെ. നിന്റെ ആത്മാവ് ഉണരട്ടെ, നിന്റെ ആത്മാവ് ഉണരട്ടെ, നിന്റെ ആത്മാവ് ഉണരട്ടെ. ആമേൻ, ഗ്ലോറി. നിന്റെ ആത്മാവ് ഉണരട്ടെ, ഉണരട്ടെ, ഉണരുക. ആത്മാവേ ഉണരുക. Arise. Glory. Amen, glory. സ്തോത്രം, 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 സ്തോത്രം. എല്ലാ കെട്ടിടം അഴിയണം, എല്ലാ ബന്ധനവും തകരണം. നിനക്ക് ലഭിച്ച പരിശുദ്ധാത്മാവ് സ്വതന്ത്രനാകണം. ദൈവത്തിന് ആത്മാവ് സ്വതന്ത്രമാകണം. നിന്നെ ഭരിക്കുന്ന പാപം വിട്ടു മാറട്ടെ, രോഗങ്ങൾ വിട്ടു മാറ്, മനസ്സിന് ഇടിവുകൾ തകർച്ച വിട്ടു മാറ്. വിട്ടുപോ. ആത്മാവ് ഉണരട്ടെ, ആത്മാവ് ഉണരട്ടെ. എൻ്റെ ആത്മാവേ ഉണരുക, എൻ്റെ ആത്മാവേ ഉണരുക, എൻ്റെ ആത്മാവേ ഉണരുക. നിങ്ങൾ വിളിച്ചു പറ, നിങ്ങൾ ആത്മാവിനെ വിളിച്ചു പറയാം, ആത്മാവേ ഉണരുക, എൻ്റെ ആത്മാവേ ഉണരുക, എൻ്റെ ആത്മാവേ ഉണരുക, എൻ്റെ ആത്മാവേ ഉണരുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഉണരട്ടെ, 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 ഉണരട്ടെ. ആത്മാവ് ഉണരട്ടെ, നിന്റെ ആത്മാവ് ഉണരട്ടെ, നിന്റെ ആത്മാവ് ഉണരട്ടെ. നിന്റെ ആത്മാവ് സ്വതന്ത്രനാകട്ടെ, നിന്റെ ആത്മാവ് ശക്തനാകട്ടെ, ശക്തനാകട്ടെ, ശക്തനാകട്ടെ. ശക്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.